ഗായ്സ് അപ്പോൾ എൻ്റെ കോളേജ് റൂട്ടീൻ കണ്ടാലും രാവിലെ തന്നെ സാധാരണ റെഡി ആവാണ് എൻ്റെ മുടിയൊക്കെ കെട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കോട്ട് തന്നെയാണ് കേട്ടോ, കോട്ടും പാൻറ്റും തന്നെയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ മുന്നിൽ ഫോൺ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്താണ്. അതിന് ശേഷം കുറേ കമ്മലുണ്ട് കേട്ടോ ബൈ ദ വേ. അപ്പോൾ ഈ കമ്മലിൽ ഇതൊക്കെ സ്റ്റഡാണ് കേട്ടോ. നമുക്ക് കോളേജിൽ മറ്റേത് തൂക്കമിടാൻ പാടില്ല, അതുകൊണ്ട് സ്റ്റഡിൻ്റെ കളക്ഷൻ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് സ്റ്റഡിലത്തെ ഒരെണ്ണം എടുക്കുകയാണ്, കുറേ പാടാണ് കേട്ടോ. ഈ ഒരെണ്ണം സെലക്ട് ചെയ്ത് രണ്ടും സെയിം കിട്ടണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉള്ളിൽ മിക്സ് ആയി ആകെ പ്രശ്നം. അപ്പോൾ സെയിം കിട്ടണം. അങ്ങനെ എന്തെങ്കിലും കമ്മലൊക്കെ കിട്ടും. ഈ കമ്മലാണ് കേട്ടോ, ബ്ലാക്ക് കമ്മലാണ് ഇടുന്നത്. പിന്നെ പൊട്ട് സാധാ പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും തൊടാം. പിന്നെ എപ്പോഴും അത് കെട്ടണം പോലെ സാധാരണ പോലെ മുടി കെട്ടിയിട്ടോ. കാരണം കുറേ ഹെയർ സ്റ്റൈലൊന്നും ട്രൈ ചെയ്യാൻ സമയമില്ല കേട്ടോ, വേഗം തന്നെ ചെയ്യാണ്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ചോറും അതുപോലെ തന്നെ സോയാബീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്രയും ചോറ് തന്നെ വെച്ചു. കാരണം ഫസ്റ്റൊക്കെ കുറേ ചോറ് കഴിക്കുമ്പോൾ ആകെ പാടാണ് കേട്ടോ, കുറേ കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഉപ്മാവായിരുന്നു കഴിക്കാൻ. അതിനുശേഷം കോളേജിലൊക്കെ പോയിട്ട് വന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ട് കേട്ടോ, ഒരു അസൈൻമെൻ്റ് ആണ്. നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ പോയിട്ട് ലൈബ്രറി പോയിട്ട് ഡിസ്കഷനൊക്കെ ചെയ്ത് അങ്ങനെ തീരുമാനിച്ചു കേട്ടോ. ഞാൻ 2 എഴുതിയിട്ടുണ്ട്. അതിൽ ഏതിലൊരെണ്ണം വയ്ക്കും, ചിലപ്പോൾ 2 വയ്ക്കാൻ അറിയില്ല. ഫസ്റ്റ് തന്നെ കാഡ്ബറിയുടെയാണ്, നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഡയറി മിൽക്കിൻ്റെയാണ് കേട്ടോ. ഞാൻ കുറേ നോക്കി എന്താണ് ചെയ്യുക, കുറേ ചോക്ലേറ്റ് കിറ്റ്കാറ്റ് ഉണ്ട്, പല പല ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഡയറി മിൽക്കിനോട് ഒരു ഡയറി മിൽക്ക് ചെയ്യാമെന്ന് വെച്ചു. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഡയറി മിൽക്കിൻ്റെ ഒരു അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് ജേർണലിസത്തിൽ. ഇപ്രാവശ്യം അഡ്വർടൈസ്മെൻറ്റാണ് മെയിൻ, അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഡയറി മിൽക്കിന് വലിയ അക്ഷരത്തിൽ എഴുതി. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ ChatGPT ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് അതുപോലെ എഴുതാമെന്ന് വിചാരിച്ചു. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പിന്നെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാണ് ഗൈസ് എങ്ങനെയാണ് ജസ്റ്റ് കമൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഡയറി മിൽക്കിൻ്റെ പിക്ചർ വരച്ച് സൈഡിൽ എഴുതി കാര്യങ്ങൾ. ഇതാണ് കേട്ടോ ഫുൾ ലുക്ക്. എങ്ങനെയാണ് ജസ്റ്റ് കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ എന്താണ് ഐഫോണിൻ്റെ ആണ് സെക്കൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു കഴിക്കണതിൻ്റെ മറ്റേത് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഐഫോൺ എപ്പോഴും നമ്മുടെ ഇഷ്ടപ്പെട്ട ഐഫോണാണ് നമ്മൾ ചെയ്യണത്. ഐഫോൺ ആ ഒരു തന്നെയാണ് ChatGPT വെച്ച് ഞാൻ ചെയ്യുകയാണ്. കുറച്ചും കൂടിയും വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ചുകൂടിയും അഡ്വാൻസ് സ്റ്റൈൽ തരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ സാധാ പോലെ വരയ്ക്കുകയാണ് അങ്ങനെ ചെയ്ത് ഇതാണ് കേട്ടോ നമ്മുടെ ലുക്ക്. എങ്ങനെയാണ് ജസ്റ്റ് ചെയ്ത് കമൻറ്റ്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതാണ് ഫുൾ ലുക്കായിട്ട് വരുന്നത്. ഇതും അടിപൊളിയായിട്ട് രണ്ടും എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് എൻ്റെ ഹാപ്പി കാണിക്കാൻ. അതിന് ശേഷം എനിക്ക് വിശന്നപ്പോൾ ഞാൻ കിറ്റ്കാറ്റ് ഒരു ബ്രേക്ക് ഹാവ് എ ബ്രേക്ക് ഹാവ് എ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന പോലെ ബ്രേക്ക് എടുത്ത് കിറ്റ്കാറ്റ്. വീഡിയോ സപ്പോർട്ട് സബ്സ്ക്രൈബ്.